ഒരു വേള തിരുമേനിയുടെ നോട്ടവും ജാനിയുടെ നിറഞ്ഞ കണ്ണുകളിൽ എത്തി നിന്നു. അതേ സമയം തന്നെ അവളുടെ മടിയിലിരിക്കുന്ന കൈകളിലേക്ക് ജഗന്റെ കൈ ചേർന്നത് കാണെ അദ്ദേഹത്തിന് മനസ്സിൽ നേരിയ ഒരാശ്വാസം തോന്നി. നോക്കൂ കുട്ടി, വിഷമിക്കാനല്ല ഇതൊക്കെ പറഞ്ഞത്. രാശിപ്പലകയിൽ തെളിയുന്ന കാര്യങ്ങൾ കൃത്യമായി പറയണം എന്നുള്ളത് ശാസ്ത്രമാണ്. പിന്നെ പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ ഇല്ലെന്നാണല്ലോ പറയുന്നേ. അതുകൊണ്ട് തന്നെ വരുന്ന 3 നാൾ കോവിലകത്തെ കാവിൽ തന്നെ നമുക്കിതിന് പരിഹാര പൂജകൾ നടത്തണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മുന്നോട്ടുള്ള 6 മാസക്കാലം എത്രയേറെ സൂക്ഷിക്കാൻ കഴിയുമോ അത്രയേറെ സൂക്ഷിക്കുക. പക്ഷേ നമ്മൾ എത്ര കണ്ട് സൂക്ഷിച്ചാലും എന്തൊക്കെയോ അനർത്ഥങ്ങൾ തെളിയുന്നുണ്ട്. തിരുമേനി അത് പറഞ്ഞതും ചുറ്റൂരുന്ന ഓരോ മുഖങ്ങളിലും ഭീതിയുടെ നിഴൽ വന്നു മൂടി. അതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ വരുന്ന 6 മാസത്തിനുള്ളിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും കാര്യത്തിൽ അപകടങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ജഗന്നാഥനും ജാൻവിയും മാണിക്യമംഗലം കോവിലകം വിട്ട് 6 മാസക്കാലം മറ്റെവിടേക്കെങ്കിലും മാറി താമസിക്കുക. പിന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുവരും പരസ്പരം അകന്നു നിൽക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾക്ക് കരുതലൊരുക്കാനായി ദൈവം നിയോഗിച്ചിരിക്കുന്ന പൂരം പിറന്ന പുരുഷൻ ജഗന്നാഥനാണ്. അതുകൊണ്ട് ഭാര്യയെ കാത്തു സൂക്ഷിക്കാനുള്ള ചുമതലയും ജഗന്നാഥനാണെന്ന് സാരം. തിരുമേനി പറഞ്ഞു നിർത്തിയ സമയം ജാനിയിൽ നിന്നും ഒരു നെടുവീർപ്പുയർന്നു. ജഗന്നത് കൃത്യമായി കാണുകയും ചെയ്തു. അവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ച അവന്റെ കൈകൾ പതിയെ അയഞ്ഞു. ജാനി ജഗനെ നോക്കിയെങ്കിലും അവൻ തിരുമേനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നതാണ് അവൾ കണ്ടത്. നാളെ തന്നെ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം. വരാൻ പോകുന്ന 3 നാൾ ജഗനും ജാൻവിയും ഈ വീട് വിട്ട് തൽക്കാലം മറ്റൊരിടത്തേക്കും പോകാൻ നിൽക്കണ്ട. ഇവിടെ തന്നെ ഉണ്ടാവണം 2 പേരും. തിരുമേനി പറഞ്ഞപ്പോൾ ഇരുവരും ഒരുപോലെ തലകുലുക്കി. എങ്കിൽ പിന്നെ സേതുനാഥ, ഞാൻ ഇറങ്ങട്ടെ. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടോ? ഇല്ല തിരുമേനി, കുട്ടികളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയൊന്ന് പ്രശ്നം വെച്ച് നോക്കാന്ന് തീരുമാനിച്ചത് പോലും. സേതുനാഥന്റെ മറുപടിയിൽ തിരുമേനി നിറഞ്ഞൊന്ന് ചിരിച്ചു. തിരുമേനി പോകാനായി ഇറങ്ങിയതും ഒപ്പം വന്നയാൾ രാശിപ്പലകയും മറ്റ് സാധനങ്ങളും കയ്യിലെടുത്ത് മുന്നേ നടന്നു. പിന്നാലെ തിരുമേനിയും. കോവിലകത്തുള്ള ഓരോ അംഗങ്ങളും തിരുമേനിയെ യാത്രയക്കാൻ ഉമ്മറത്തേക്ക് ചെന്നു. അവർക്കൊപ്പം പോകാൻ തുടങ്ങിയതാണ് ജാനി. പക്ഷെ അവളുടെ കണ്ണിന് വല്ലാത്തൊരു പുകച്ചിൽ അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ അവൾ നേരെ വാഷ് ബേസിനരികിലേക്ക് നടന്നു. ഒരു വേള കണ്ണാടിയിലേക്ക് നോക്കിയ നിമിഷമാണ് അവളും കണ്ടത് കരി എഴുതിയ തന്റെ കണ്ണുകൾ. ഈശ്വര, ജാനി മനസ്സിൽ പറഞ്ഞുകൊണ്ട് നെറ്റിക്ക് ചെറുതായി അടിച്ചു. മിതു ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ മറ്റേതോ ലോകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മിതു കണ്ണെഴുതിയതൊന്നും സത്യം പറഞ്ഞാൽ ഓർത്തതുകൂടിയില്ല. കൺമഷി തനിക്ക് അലർജിയാണല്ലോ, ജാനി മനസ്സിൽ പറഞ്ഞു. എല്ലാവരും താഴെ തന്നെ നിന്നിരുന്നതിനാൽ ജാനി ആരെയും ശ്രദ്ധിക്കാതെ വേഗം മുകളിലേക്ക് പോയി ബാത്റൂമിൽ കയറി ഫേസ് വാഷ് എടുത്ത് മുഖം നല്ല വൃത്തിയായി കഴുകി. കണ്ണിന് ചെറുതായി നീറ്റലും പുകച്ചിലും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അവൾക്ക്. പോരാത്തതിന് കണ്ണുവല്ലാതെ ചൊറിയുന്നത് പോലെ. എത്ര വേണ്ടെന്ന് വെച്ചിട്ട് കൈകൊണ്ട് കണ്ണ് തിരുമാതിരിക്കാനായില്ല അവൾക്ക്. അതേസമയം തന്നെയായിരുന്നു തിരുമേനിയെ യാത്രയാക്കിയിട്ട് ജഗനും റൂമിലേക്ക് കയറി വന്നത്. അവള് കണ്ണും തിരുമ്മിക്കൊണ്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണെ ജഗൻ എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. അവൻ കരുതിയത് തിരുമേനി പറഞ്ഞതിന്റെ ഫലമായി അവൾ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നാണ്. ആരെന്തു പറഞ്ഞാലും ഉടനെ തന്നെ മൂങ്ങാൻ നിന്നോടം. ജഗൻ എങ്ങും തൊടാതെ രീതിയിൽ പറഞ്ഞു നിർത്തിയപ്പോൾ ജാനി കാര്യം മനസ്സിലാവാത്ത പോലെ അവനെ നോക്കി. അതെ, വലുതും പറയാനുണ്ടെങ്കിൽ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം, അല്ലാതെ അങ്ങും ഇങ്ങും തടാതെ ഓരോന്ന് പറഞ്ഞു വെച്ചിട്ട്. അത്രയും പറഞ്ഞുകൊണ്ട് നേരിയതിന്റെ തുമ്പെടുത്ത് എളിയിൽ കുത്തിക്കൊണ്ട് ജാനി ജഗനെ രൂക്ഷമായി നോക്കി. നീ എന്നെ പേടിപ്പിക്കാനൊന്നും വരണ്ട, നിന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അങ്ങ് കരഞ്ഞോണം. എടോ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കരയുന്നത് എനിക്ക് എന്താണ് ഇത്ര പാട്? ജഗനോട് നേർക്ക് നേർ ഒരു യുദ്ധത്തിന് തുടക്കം കുറിക്കും പോലെ
ജാനി അവന്റെ അടുത്തേക്ക് നീങ്ങി വന്നു. നീ കരയോ ചിരിക്കോ എന്താണെന്ന് വെച്ചാ ചെയ്യ. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ ഇതിലൊക്കെ ബോധേടാവാൻ നിൽക്കുന്നേ? ജാനിയെ നോക്കി അലസമായി പറഞ്ഞുകൊണ്ട് അവനവന്റെ ഫോണും എടുത്തുകൊണ്ട് ഇടനാഴിയുടെ അങ്ങേ തലയ്ക്കലിട്ടിരുന്ന സോബയുടെ അരികിലേക്ക് നടന്നു. അവൻ പോയതിനു പിന്നാലെ തന്നെ ഡോറ് ചാരിക്കൊണ്ട് ജാനി കൂടിത്തിരുന്ന സെറ്റും മുണ്ടും എല്ലാം ഊരിമാറ്റി. അടിപ്പാവടയും ബ്ലൗസും മാത്രം ഇട്ടുകൊണ്ട് കട്ടിലേക്ക് ആശ്വാസത്തോടെ ഇരുന്നു. ഓ, ഇതൊക്കെ ഉടുത്ത് നടക്കുന്നവരെ സമ്മതിക്കണം. ഇവിടെയുള്ള സ്ത്രീകളൊക്കെ എങ്ങനെയാണോ ഇതും വാരിച്ചുറ്റി നടക്കുന്നേ? നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഒരു സെറ്റുമുണ്ട്. ജാനി അലമാരയിൽ നിന്ന് ഒരു ലോങ് സ്കേർട്ടും അതിന് ചേർന്ന ഒരു ടീഷർട്ടും എടുത്തിട്ടു. സെറ്റുമുട്ടും മടക്കി കയ്യിലേക്കെടുത്ത് മിഥുവിന്റെ റൂം ലക്ഷ്യമാക്കി അലസമായി നടന്നു. അതേസമയം ഫോണിൽ ആരോടും സംസാരിച്ചിരിക്കുകയാണ് മിഥു. ജാനി അകത്തേക്ക് കയറാൻ തുടങ്ങിയത് മിഥു അവളെ കൈയാട്ടി അടുത്തേക്ക് വിളിച്ചു. മിഥു വല്ലാത്ത സന്തോഷത്തോടെ ഫോണിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ജാനി കണ്ണുകൊണ്ട് കോളിൽ ആരാണെന്ന് ചോദിച്ചു. ദാ അബിയ, നീ തന്നെ നേരിട്ട് സംസാരിക്കും. അവന് നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൂടി അബിയുടെ കാര്യം ജാനി ഓർക്കുന്നത് പോലും അപ്പോഴാണ്. ആവശ്യത്തിലേറെ ടെൻഷനും വെപ്രാളവും സ്വന്തമായി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സത്യത്തിൽ മറ്റൊന്നും ചിന്തിക്കാൻ അവൾക്ക് സമയം കിട്ടിയില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ജാനി മിഥുവിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അവളുടെ കട്ടിലേക്കിരുന്നു. ഹലോ മാഡം, നമ്മളേക്ക് ഓർമ്മയുണ്ടോ? മറുപുറത്തു നിന്ന് നേരത്തെ തമാശ രൂപേണയുള്ള അബിയുടെ സംസാരം കേൾക്കെ ജാനി പൊട്ടിച്ചിരിച്ചു. ഡേർക്ക, നീ വല്ലതും അറിഞ്ഞോ? ഓ, അറിയാനുള്ളതെല്ലാം അറിഞ്ഞു. അങ്ങനെ നിന്റെ കല്യാണം കഴിഞ്ഞു അല്ലേ? അബി പറഞ്ഞപ്പോ ജാനി മൗനമായിരുന്നതേ ഉള്ളൂ. എന്തുറ്റി ജാനി, നീ ഓക്കെ അല്ലേ? അവളുടെ മറുപടിയൊന്നും കേൾക്കാത്തതുകൊണ്ട് അബി തിരിച്ചു ചോദിച്ചു. ഓക്കെ അല്ലേ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. സന്തോഷവുമില്ല, സങ്കടവുമില്ല, സമാധാനവുമില്ല. അങ്ങനത്തെ ഒരു ലൈഫ്. ചേ, നീ ഇങ്ങനെ വിഷമിക്കരുതേ ജാനി. നീ സ്ട്രോങ് അല്ലേ? എല്ലാം ശരിയാവും. പിന്നെ നമ്മുടെ SP സാർ എന്തു പറയുന്നു? ആബി അത് ചോദിച്ചതും ജാനി ദേഷ്യത്തോടെ മിഥുവിന്റെ മുഖത്തേക്ക് നോക്കി. നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? അവൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഫോൺ സ്പീക്കറിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആബി ചോദിക്കുന്നതൊക്കെ മിഥുവിനും കേൾക്കാം. എന്റെ അബി, അതൊക്കെ ഇത്തിരി വലിയ കഥയാ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ? അങ്ങനത്തെ കുറേ മൊമെന്റ്സ് ആയിരുന്നു 2 ദിവസം കൊണ്ട് ഇവിടെ നടന്നത്. എന്തൊക്കെയോ സംഭവിച്ചു. എല്ലാം ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴേക്കും കല്യാണവും കഴിഞ്ഞു. പറയുന്നത് പോലും കേൾക്കാൻ കാത്തു നിൽക്കാത്ത കുറേ ആൾക്കാർ. പെട്ടെന്ന് ജാനി അത് പറഞ്ഞുകൊണ്ട് നാവ് കടിച്ച മിഥുവിനെ നോക്കി. കപട ദേഷ്യത്തോടെ ജാനിയെ നോക്കി നിൽക്കുവാണ് മിഥു. ഏ, എന്റെ കുടുംബക്കാരെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. മിഥു കൈ ചൂണ്ടി ജാനിയോട് തമാശ പോലെ പറഞ്ഞു. ഓ, ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല നിന്റെ കുടുംബക്കാരെ പറ്റി. എന്നാ നീ തന്നെ സംസാരിച്ചോ എന്ന് പറഞ്ഞ് ഫോൺ മിഥുവിന്റെ കയ്യിലേക്ക് കൊടുത്ത് ജാനി പുറത്തിറങ്ങാൻ തുടങ്ങിയ സമയത്താണ് മിഥു ജാനിയുടെ മുഖം ശരിക്കും ശ്രദ്ധിച്ചത്. ജാനി, നിന്റെ മുഖത്ത് ഇതെന്താ? കണ്ണിന് ചുറ്റും എന്തു പറ്റി? അബി, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അബിയുമായുള്ള കോൾ കട്ട് ചെയ്ത് മിഥു ജാനിയുടെ മുഖത്തേക്ക് നോക്കി. എടി, എനിക്ക് കൺമഷി അലർജിയാ. അയ്യോ, നീ പറഞ്ഞില്ലല്ലോ ഞാൻ എഴുതുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ കണ്ണിൽ കരി എഴുതില്ലായിരുന്നല്ലോ. എടി, ഞാനപ്പോ വേറെ എന്തോ ചിന്തിച്ചിരുന്നു. പിന്നെ ഞാൻ അതേക്കുറിച്ചൊന്നും ഓർത്തതുമില്ല. ആ തിരുമേനി വന്ന് പോയി കഴിഞ്ഞപ്പോ തൊട്ട് കണ്ണിന് വല്ലാത്ത നീറ്റലും പുകച്ചിലും. പെട്ടെന്ന് തന്നെ ഞാൻ വാഷ് ചെയ്തു. കണ്ണിൽ നിന്ന് ചെറുതായി വെള്ളം വരുന്നുണ്ട്. ജാനി പറഞ്ഞു. നീ ഏട്ടനോട് പറഞ്ഞോ ഹോസ്പിറ്റലിൽ പോകണ്ടേ നമുക്ക്? പിന്നെ ഇത്രയും ചെറിയ കാര്യത്തിലാണോ ഹോസ്പിറ്റലിൽ പോകുന്നേ? കുറച്ചു നേരം ഇടവിട്ട് മുഖം കഴുകിയാൽ മതി, ഇതങ്ങ് മാറിക്കോളും. ജാനി പറഞ്ഞുകൊണ്ട് മിഥുവിന്റെ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. ജഗന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയം അറിയാതെ ജാനിയുടെ മിഴികൾ ഇടനാഴിയുടെ അങ്ങേ കോണിലിരുന്ന ജഗനിലേക്ക് നീണ്ടു. അവിടെ ആരോടോ കാര്യമായ ഫോൺ സംഭാഷണത്തിലാണവൻ. കണ്ണിന്റെ പുകച്ചിൽ കൂടി വന്നതോടെ ജാനി നേരെ റൂമിലേക്ക് കയറി ഒരു ടവലെടുത്ത് കണ്ണിൽ നിന്ന് വരുന്ന വെള്ളം മുപ്പിക്കൊണ്ട് പതിയെ കിടക്കയിലേക്കിരുന്നു. റൂമിലിരിക്കുന്ന ലാപ്ടോപ്പ് എടുക്കാനായി ജഗൻ അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച
ജാനി ടവൽ ഉപയോഗിച്ച് കണ്ണീർ ഒപ്പുന്നതാണ്. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവൻ ആ സമയം അവന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൻ അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു. പെട്ടെന്ന് ജഗൻ വന്നിരുന്നതും ജാനി പുരുകുയർത്തി കാര്യം എന്താണെന്ന് അവനോട് ചോദിച്ചു. താൻ എന്തിനാ ഇങ്ങനെ ഏത് നിമിഷവും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉള്ളിലെ അമർഷവും ദേഷ്യവും പരമാവധി വാക്കുകളിൽ കലരാതെ ശ്രദ്ധയോടെ ജഗൻ ജാനിയോട് ചോദിച്ചു. അതിന് തന്നോട് ആരാ പറഞ്ഞേ ഞാൻ കരയുവാണെന്ന്? പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് ചിരിക്കുമ്പോഴാണോ? ഒട്ടും വിട്ടുകൊടുക്കാതെ ജഗനും തിരിച്ചു ചോദിച്ചു. എടോ, ഞാൻ കൺമഷി എഴുതിയിട്ട് അത് അലർജിയായി. എനിക്ക് കണ്ണ് പുകയുന്നുണ്ട്. ഇത് കണ്ണിൽ നിന്നും വെള്ളം വരുന്നതാണ്, അല്ലാതെ ഞാൻ കരയുന്നൊന്നുമല്ല. ജാനി പറഞ്ഞു നിർത്തിയപ്പോഴാണ് ജഗനും കാര്യം മനസ്സിലായത്. അവൻ പിന്നീട് ഒന്നും മിണ്ടാതെ ടേബിളിന്റെ മുകളിലിരുന്ന ലാപ്ടോപ്പ് എടുത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ അവൾ വീണ്ടും കണ്ണു തുടയ്ക്കുകയായിരുന്നു. ജാൻവി, ഹോസ്പിറ്റലിൽ പോകണോ? ഒട്ടും മയമില്ലാത്ത ജഗന്റെ ശബ്ദം അവളുടെ കാതിലേക്ക് എത്തി. വേണ്ട, ഇത് കുറച്ചു കഴിയുമ്പോൾ മാറുമായിരിക്കും. അവളത് പറഞ്ഞതും മറുപടി പോലും തിരിച്ചു പറയാതെ ജഗൻ ഇരുന്നിടത്തു നിന്ന് തന്നെ എണീറ്റ് പോയി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് തന്നെ ജാനി പതിയെ കിടക്കയിലേക്ക് കിടന്നു. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ ഒരു മിന്നായം പോലെ അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പോയി. എന്നാൽ ഇത്ര ബോധമില്ലാതായി പോയല്ലോ ജാനി. ചേ, മോശം മോശം, അവൾ സ്വയം പറഞ്ഞു. പിന്നെ ചിരിച്ചു. പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ഉച്ച സമയമായപ്പോ ജാനിയെ ഊണ് കഴിക്കാൻ വിളിക്കാൻ വന്നതാണ് മിതു. ജഗൻ അപ്പോഴും ഇടനാഴിയിൽ ലാപ്ടോപ്പുമായിരുന്ന് കാര്യമായി എന്തോ ചെയ്യുന്നുണ്ട്. മിതു കുറേ സമയം തട്ടി വിളിച്ചപ്പോൾ ജാനി കണ്ണു തുറന്നു. ശരിക്കും ജാനിക്ക് ആ നിമിഷം മര്യാദയ്ക്കൊന്ന് കണ്ണു തുറക്കാൻ പോലും കഴിയുന്നില്ല. കണ്ണിൽ പാടകെട്ടി കണ്ണുകൾ അടഞ്ഞുപോയി. കണ്ണിന് ചുറ്റും നേർത്ത ചുവപ്പ് പടർന്ന് വല്ലാത്തൊരവസ്ഥയിലായി ജാനി. ജാനി, കണ്ണു വല്ലാതെ ചുവന്നിട്ടുണ്ടല്ലോ. മിതു പറയുന്നതോടൊപ്പം തന്നെ ടേബിളിൽ വെച്ചിരുന്ന ചെറിയ കണ്ണാടി എടുത്തുകൊണ്ട് വന്ന് ജാനിയുടെ മുഖത്തിന് നേർക്ക് പിടിച്ചു. എടി, ഇത് വെച്ചോണ്ടിരിക്കണ്ട, ഹോസ്പിറ്റലിൽ പോകാം. നീ വേഗം റെഡിയാവാം, ഞാൻ ഏട്ടനെ വിളിക്കാം. അതും പറഞ്ഞുകൊണ്ട് മിതു മുറിവിട്ടിറങ്ങി. ഇടനാഴിയുടെ അങ്ങേ തലയ്ക്കൽ ലാപ്ടോപ്പിൽ കാര്യമായി എന്തോ ചെയ്തുകൊണ്ടിരുന്ന ജഗന്റെ അടുത്തേക്ക് വന്നു. ഏട്ടാ, അവനിൽ നിന്നും അല്പം അകലം വിട്ടുകൊണ്ടാണ് മിതു വിളിച്ചത്. ജഗൻ മുഖമുയർത്തി മിതുവിനെ നോക്കി. ഏട്ടാ, ജാനിയുടെ കണ്ണിനു വയ്യ. ഇപ്പതാ അവൾക്ക് കണ്ണു തുറക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോട്ടെ? മിതു അത് ചോദിച്ചപ്പോൾ തന്നെ ജഗൻ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി അവസാനിപ്പിച്ച് അവൻ റൂമിലേക്ക് വന്നു. ജാനി മുഖമൊക്കെ കഴുകി പതിയെ പുറത്തേക്കിറങ്ങുന്ന നേരത്താണ് ജഗൻ റൂമിലേക്ക് കയറിയത്. ജാൻവി, വേഗം റെഡിയാവും, ഹോസ്പിറ്റലിൽ പോകാം. റൂമിന്റെ വാതിൽ വരെ വന്നെത്തിയ മിതു കേട്ടത് ജഗന്റെ ആ സംസാരമാണ്. 10 മിനിറ്റിനുള്ളിൽ റെഡിയായി താഴേക്ക് വാ, ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാം. അതും പറഞ്ഞുകൊണ്ട് മേശപ്പുറത്തിരുന്ന കാറിന്റെ കീയുമെടുത്ത് ജഗൻ വാതിൽ തുറന്നു പുറത്തേക്കിറങ്ങിയപ്പോൾ മിതു അവന്റെ പോക്കും നോക്കി വായും തുറന്നു നിന്നുപോയി. എടി, ഏട്ടൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് പറഞ്ഞോ? ആ, പറഞ്ഞു. ജാനി അലസമായി അത് പറഞ്ഞപ്പോ മിതു അല്പനേരം ആലോചനയോടെ നിന്നു. നീ എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നേ? മിതുവിന്റെ നിൽപ്പും ആലോചനയും ഒക്കെ കണ്ടപ്പോ എന്തായാലും അത്ര നല്ലതൊന്നുമല്ല അവൾ ചിന്തിക്കുന്നതെന്ന് ജാനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെയല്ല, നിനക്ക് വയ്യെന്നറിഞ്ഞപ്പോ ഏട്ടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോ നിങ്ങൾ തമ്മിൽ സെറ്റായോ? സത്യം പറ. ജാനിയുടെ അടുത്തേക്ക് വന്നു നിന്ന് അവളെ പിടിച്ചുരച്ചുകൊണ്ട് മിതു ചോദിച്ചതും ഒറ്റ തട്ടായിരുന്നു ജാനി. ദേ, കാര്യങ്ങളൊക്കെ ഇത്രയും വരെ കൊണ്ട് എത്തിച്ചിട്ട് നിങ്ങൾ സെറ്റായോന്നോ? നിന്റെ ആ മൂരാച്ചി ഏട്ടന് ചേരുന്നത് നിന്റെ നയോമിയേട്ടത്തി തന്നെയാ. ജാനി മിതുവിനെ നോക്കി പറഞ്ഞു. ജാനിയുടെ പറച്ചിലും നിൽപ്പും എല്ലാം കൂടി കണ്ടപ്പോൾ മിതുവിന് ചിരി വന്നുപോയി. അവൾ വാ പൊത്തിച്ചിരിക്കാൻ തുടങ്ങി. നിന്ന് പൊട്ടം കളിക്കാതെ നീ ഒന്ന് പോയേ മിതു. ഞാൻ വേഗം റെഡിയായി താഴേക്ക് ചെല്ലട്ടെ. കണ്ണിന് വല്ലാത്ത വേദനയുമുണ്ട്. ഇനി ആശുപത്രി പോയില്ലെങ്കിൽ ശരിയാവില്ല. ജാനി പറഞ്ഞതും മിതു പതിയെ അവളോട് റെഡിയാകാൻ പറഞ്ഞുകൊണ്ട് മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് തന്നെ ജാനി ഒരു കോട്ട് സെറ്റ് ധരിച്ച് മുടി പോണിറ്റേൽ കെട്ടി ഒരു സൈഡ് ബാഗും ഫോണും എടുത്ത് താഴേക്ക് ഇറങ്ങി ചെന്നു. ജാനി പോകാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും പാർവതി അവൾക്ക് അടുത്തേക്ക് വന്നു.
ഇപ്പൊ കണ്ണിന് എങ്ങനെയുണ്ട് ജാനി? വേദനയുണ്ടോ? ചെറുതായിട്ട് വേദനിക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര പുകച്ചിലും. എന്തായാലും പോയി ഡോക്ടറെ കാണിച്ചിട്ട് വാ. ജഗൻ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പാർവതിയുടെ ആ സംസാരത്തിൽ നിന്ന് തന്നെ ജാൻവിക്ക് മനസ്സിലായി ജഗൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. പാർവതിയെ നോക്കി ഒന്ന് തലകുലുക്കിക്കൊണ്ട് ജാൻവി ജഗന്റെ കാറിനരികിലേക്ക് ചെന്നു. അവളെയും കൊണ്ട് ആ കാർ നേരെ പോയത് സൺറൈസ് ഹോസ്പിറ്റലിലേക്കാണ്. അവരുടെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തായിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണത്. ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിൽ ജഗൻ കാർ നിർത്തിയതും ജാനി പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ജഗൻ ഇറങ്ങാൻ തുടങ്ങുന്നത് കണ്ടതും അവൾ പറഞ്ഞു, ഞാൻ പോയി വേഗം കാണിച്ചിട്ട് വരാം. ജഗൻ ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട. രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു അതിന് ജഗന്റെ മറുപടി. അവൾക്ക് മുൻപേ അവൻ നടന്നു, പിന്നാലെ അവളും. നേരെ പോയി റിസപ്ഷനിൽ ചെന്ന് OP എടുത്ത് ഡോക്ടറെ കാണാനായി അവർ വെയിറ്റ് ചെയ്തു. ജാനിയുടെ ടോക്കൺ വിളിച്ചതും അവൾ ജഗനെ നോക്കി. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. മറുപടിയായി ഒന്ന് മൂളിയതേ ഉള്ളു ജഗൻ. ഡോക്ടർ നീന മാത്യുവിന് മുമ്പിൽ ചെറു പുഞ്ചിരിയോടെ ഇരിക്കുവാണ് ജാൻവി. ജാൻവി വന്നിരുന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ഡോറിൽ ആരോ നോക്ക് ചെയ്തു. സിസ്റ്റർ പോയി ഡോർ തുറന്നപ്പോൾ ജാൻവി ഒരു കണ്ണാലെ കണ്ടു പുറത്തു നിൽക്കുന്ന ജഗനെ. ജഗൻ അകത്തേക്ക് കയറി. ജഗൻ, നീ എന്താ ഇവിടെ? നീന പരിചയഭാവത്തിൽ ജഗനോട് ചോദിച്ചപ്പോ അവന്റെ കണ്ണുകൾ നീണ്ടത് ജാൻവിക്ക് നേർക്കായിരുന്നു. ഇത്? നീന സംശയത്തോടെ ജഗനെയും ജാൻവിയും മാറി മാറി നോക്കി. എന്റെ വൈഫാണ്. പെട്ടെന്ന് ജഗനത് പറഞ്ഞതും ജാനിയുടെ മിഴികൾ ഒന്ന് പിടഞ്ഞു. അതേ പിടപ്പോടെ തന്നെ അവൾ ജഗനെ നോക്കി. അവൻ അപ്പോഴേക്കും ജാനിയുടെ തൊട്ടടുത്തായി കിടന്ന കസേരയിലേക്ക് ഇരുന്നു. എടാ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായോ? നീ കല്യാണം വിളിച്ചില്ലല്ലോ. നീന തൊട്ടു മുമ്പിലിരിക്കുന്ന ജാനിയെ പോലും മറന്ന മട്ടാണ്. കുറച്ചു കാലം കൂടി ജഗനെ കണ്ടപ്പോൾ പരിചയം പുതുക്കിയതാണ് നീന. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ജസ്റ്റ് 1 ഡേ ആയിട്ടുള്ളൂ. ജഗൻ അത് പറയുമ്പോൾ ഒരു കണ്ണാലെ ജാനിയെ ഒന്ന് നോക്കിയവൻ. അവന്റെ ആ നോട്ടം ശ്രദ്ധിക്കാതെ നീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ജാനി. ആഹാ, കൺഗ്രാറ്റ്സ്. നീന അവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനു മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളു ജാനി. വൈഫ് ഭയങ്കര ഷൈ ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് നീന ചോദിച്ചപ്പോൾ ജഗൻ അറിയാതെ ചുമ വന്നുപോയി. പെട്ടെന്നുള്ള അവന്റെ ആ ഭാവമാറ്റത്തിൽ ജാനിക്കും അറിയാതെ ചിരി വന്നു. പക്ഷേ അവൾ ചിരി കടിച്ചു പിടിച്ച് അല്പം ഗൗരവത്തോടെ ഇരുന്നു. അതൊക്കെ പോട്ടെ, എന്തു പറ്റിയതാണെന്ന് ചോദിക്കുന്നില്ല. എന്നാലും പറയും, എന്താണ് പറ്റിയത്? കണ്ണ് വല്ലാതെ വീങ്ങിയിട്ടുണ്ടല്ലോ. നീന ജാനിയെ നോക്കി. അത് ഞാനങ്ങനെ നോർമലി ഐലൈനറോ കാജലോ അതൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. ഇന്ന് രാവിലെ ജഗന്റെ നിർബന്ധത്തിന് വഴങ്ങി കണ്ണെഴുതിയതാണ് ഡോക്ടർ. ഇപ്പോൾ ദാ കണ്ണാകെ വല്ലാതായി. പെട്ടെന്നുള്ള ജാനിയുടെ സംസാരത്തിൽ കണ്ണു മിഴിച്ചവളെ നോക്കി ജഗൻ. ആണോ? ഇതൊരു അലർജിക് റിയാക്ഷനാണ്. ഇതിനു മുൻപ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടോ? നീന ചോദിച്ചു. ഇല്ല ഡോക്ടർ, ഞാനിതിനു മുൻപ് അങ്ങനെ കണ്ണൊന്നും എഴുതാറില്ല. ഇതിപ്പോ ജഗന് എന്നെ കണ്ണെഴുതി കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ. ബാക്കി പറയാതെ ജാനി നാണത്തോടെ മുഖം കുനിച്ചു. ജഗനാണെങ്കിൽ ജാനിയുടെ വർത്തമാനം കേട്ട് ദേഷ്യത്തോടെ പല്ല് കടിച്ചു. ഒരു കള്ളച്ചിരിയോടെ നീന ജഗനെ നോക്കി. ആഹാ, നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നോ? നീനയ്ക്ക് ആവേശം. അതെ ഡോക്ടർ. ജഗൻ എന്തേലും പറയാൻ മുമ്പ് ജാനി ഇടയ്ക്ക് കയറി പറഞ്ഞു. കേട്ടോ ജാൻവി, പണ്ട് ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന നേരത്ത് ഇവനാണെങ്കിൽ ക്ലാസ്സിലെ ഒറ്റ പെൺപിള്ളേരുടെ മുഖത്തേക്ക് പോലും നോക്കില്ല. അന്നേ ഇവനൊരു പഠിപ്പിയായിരുന്നു. ഞങ്ങൾ പെൺപിള്ളേർ എന്തേലും സംശയം ചോദിക്കാൻ ചെന്നാൽ ഓടിക്കളയായിരുന്നു ഇവൻ. നീന തമാശ പോലെ ജാൻവിയോട് പറഞ്ഞു. ജാനി വാപത്ത് ചിരിച്ചുകൊണ്ട് ജഗനെ നോക്കി. എന്തായാലും കണ്ണിന്റെ ഈ അലർജിക്ക് ഞാനൊരു ഡ്രോപ്സ് എഴുതാം. പിന്നെ പുകച്ചിലും വേദനയും കുറയാൻ ഒരു ക്രീം കൂടി എഴുതാം. വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നീന പറഞ്ഞപ്പോൾ ജാനി തലകുലുക്കി സമ്മതിച്ചു. എന്തായാലും കുറെ കാലം കൂടി കണ്ടതല്ലേ, നമുക്കൊരു സെൽഫി എടുത്തിട്ട് പിരിയാം. നീന ആവേശത്തോടെ പറഞ്ഞപ്പോ ജാനി അവൾക്കടുത്തേക്ക് നിന്നു. ജാനിയുടെ തൊട്ടടുത്തായി ജഗനും. പെട്ടെന്നായിരുന്നു ജഗൻ ഒരു കൈകൊണ്ട് ജാനിയെ ചുറ്റി അവന്റെ ഉടലോട് ചേർത്തത്. അവന്റെ കൈകളുടെ മുറുക്കം പുറമേ കാണുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും കുറച്ചു നേരം മുൻപ് താനിവിടെ നടത്തിയ പെർഫോമൻസിന്റെ പ്രതിഷേധമാണതെന്ന്
ജാനിക്ക് കൃത്യമായി മനസ്സിലായി. നീല സെൽഫി എടുക്കുന്ന സമയം അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലേക്ക് കൂടുതൽ ശക്തിയിൽ അമർന്നു. ജാനി അവന്റെ കൈ വിടുവിക്കാൻ നോക്കിയതോടെ അവന്റെ വിരലുകൾ അവളുടെ ടോപ്പിന്റെ സ്ലിറ്റിങ്ങിലൂടെ മെല്ലെ അരിച്ചിറങ്ങി. അവളുടെ പഞ്ഞി പോലുള്ള വയറിൽ അവന്റെ വിരൽത്തുമ്പ് അമർന്നതും പെട്ടെന്ന് ജഗൻ കൈ പിൻവലിച്ചു. അപ്പോഴേക്കും നീന സെൽഫി എടുത്തു കഴിഞ്ഞു. എന്തായാലും നിങ്ങളുടെ കല്യാണത്തിനോ പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ വരുന്ന സൺഡേ രണ്ടാളും വീട്ടിലേക്ക് വരണം. നമുക്ക് അവിടെ കൂടാം. നീന പറഞ്ഞപ്പോൾ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ജാനി അവളുടെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ ജഗനും. എടോ എടോ, താൻ ഇത്രക്കാരനായിരുന്നോടോ? തനിക്ക് നാണമില്ലേ? ഒരു പെണ്ണിനെ തനിച്ചരികെ കിട്ടിയാൽ അയ്യേ ഛേ. ജാനി ജഗനെ നോക്കി മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ഞാനെന്തിനാ നാണിക്കുന്നേ? നമ്മൾ പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ? പെട്ടെന്നുള്ള ജഗന്റെ ആ ചോദ്യത്തിൽ അറിയാതെ ഉമിനീർ വിഴുങ്ങിപ്പോയി ജാനി. കാര്യം താൻ അവിടെ പറഞ്ഞതിനുള്ള മറുപടിയാണ് അതെന്ന് ജാനിക്ക് കൃത്യമായി മനസ്സിലായി. എന്നിട്ടും അവനെ വെറുതെ ഒന്ന് ഇളക്കാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ ഒരു സംസാരത്തിന് മുതിർന്നത് തന്നെ. അതിപ്പോ തനിക്ക് തന്നെ വിനയായ മട്ടാണ്. നീ എന്തൊക്കെയാടി മീനയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത്? ഞാൻ കണ്ണെഴുതാൻ ആഗ്രഹം പറഞ്ഞെന്നോ? അതെ, താൻ കേട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്ന്. രൂക്ഷമായ മിഴികളോടെ അവളെ എന്തോ പറയാൻ തുടങ്ങിയ നേരത്താണ് മാനസി പെട്ടെന്ന് അവർക്ക് അടുത്തേക്ക് വണ്ട്. പെട്ടെന്ന് മാനസിയെ അങ്ങനൊരു സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ജാനിയുടെ മിഴികളും അല്പം വിടർന്നു. അമ്മയെന്തയുടെ? ജാനി മാനസിയെ പ്രതീക്ഷിക്കാതെ അവിടെ കണ്ട സന്തോഷത്തിൽ ചോദിച്ചു. മാനസി ജാനിയുടെ ചോദ്യം കേട്ടെങ്കിലും അവളുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ജഗനോട് മാത്രം സംസാരിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ മാനസിക്ക് മനസ്സിലായി ജാനിക്ക് എന്തോ വയ്യായികയുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇരുവരും ആശുപത്രിയിലേക്ക് വന്നതെന്ന്. പക്ഷെ ജാനിയോടോ ജഗനോടോ അതേപ്പറ്റി ഒരക്ഷരം ചോദിച്ചില്ലെന്ന് മാത്രമല്ല, ജാനിയെ കണ്ട ഭാവം നടിക്കാതെ മാനസി ജഗനോട് യാത്ര പറഞ്ഞു പോയപ്പോ ജാനിക്ക് ഇന്നോളം തോന്നാത്ത ഒരുതരം വേദന അവളുടെ ഉള്ളിൽ നിമിഷ നേരം കൊണ്ട് പടർന്നു പന്തലിച്ച പോലെ തോന്നി. പെട്ടെന്ന് ജഗന്റെ മുമ്പിൽ വെച്ച് അമ്മ തന്നെ കണ്ടതായി പോലും ഭാവിക്കാതിരുന്നത് കൊണ്ടാണോ, അതോ അമ്മയുടെ ഭാഗത്തു നിന്ന് സ്നേഹത്തോടെ ഒരു ചോദ്യമോ എങ്ങനെയുണ്ട് എന്നൊരു വാക്കോ അവൾ പ്രതീക്ഷിച്ചതുകൊണ്ടാണോന്നറിയില്ല. അവൾക്ക് കണ്ണു നിറഞ്ഞു പോയിരുന്ന ആ നിമിഷം. എന്തിനാ ഭഗവാനെ ഇതൊക്കെ കാണാനും കേൾക്കാനും നീ എന്നെ ഇങ്ങനെ ബാക്കി വെച്ചത്? സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും വേണ്ടാത്ത ജന്മം ഇന്നാ തിരുമേനി പറഞ്ഞ പോലെ അങ്ങ് സംഭവിച്ചാൽ മതിയായിരുന്നു. അതാവുമ്പോ പിന്നെ ആർക്കും ഭാരമാവാതെ ഈ ഭൂമിയിൽ നിന്നങ്ങ് പോകായിരുന്നു. ജാനി ചുണ്ടിനടിയിൽ വെച്ചാണ് പെറുപിറുത്തതെങ്കിലും ജഗൻ കൃത്യമായി ആ സംസാരം കേട്ടിരുന്നു. അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയെങ്കിലും ആ നോട്ടം പോലെ ശ്രദ്ധിക്കാതെ അവൾ പ്രിസ്ക്രിപ്ഷനുമായി ഫാർമസി ലക്ഷ്യമാക്കി നടന്നു. അവൾക്ക് പിന്നാലെ തന്നെ ജഗനും. വാങ്ങിയ മരുന്നിന്റെ ബില്ലടയ്ക്കാനായി ജാനി കാർഡെടുക്കാനായി ബാഗിലേക്ക് കൈയിട്ടതും ജഗൻ പെട്ടെന്ന് തന്നെ ആ സമയം കൊണ്ട് പേയ്മെന്റ് ചെയ്തു. അവന്റെ ആ പ്രവൃത്തി അത്ര ഇഷ്ടപ്പെടാത്ത പോലെ ജാനിയും അവനെ നോക്കി. താൻ എന്തിനാ പേ ചെയ്തേ? എനിക്കറിയാം എന്റെ അസുഖത്തിന് മരുന്ന് വാങ്ങിയാൽ അതിന് പൈസ കൊടുക്കാൻ. അതിന് നിനക്ക് സ്വന്തമായി ജോലിയുണ്ടോ? ജഗന്റെ ആ ചോദ്യത്തിൽ ജാനി അല്പം പതറിപ്പോയെങ്കിലും ഒരല്പം വാശി കുറയ്ക്കാതെ അവൾ പറഞ്ഞു. അതൊക്കെ ജഗൻ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ആര് പറഞ്ഞ ആവശ്യമില്ലെന്ന്? ഞാൻ നിന്റെ ഭർത്താവല്ലേ? അപ്പോ ഞാൻ അറിയണ്ടേ അതൊക്കെ? അതും പ്രത്യേകിച്ച് നമ്മൾ പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ച സ്ഥിതിക്ക്. ചില വാക്കുകൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ജഗനത് പറഞ്ഞതും ഞാൻ വിദേശത്തോടെ വെട്ടിത്തിരിഞ്ഞ് കാർ പാർക്കിംഗ് ലക്ഷ്യമാക്കി നടന്നു. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ അവരിരുവരും പരസ്പരം ഒന്നും തന്നെ സംസാരിച്ചില്ല. അവരുടെ കാറ് മാണിക്യമംഗലം കോവിലകത്തിന്റെ മുറ്റത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ ഉമ്മർത്ത് തന്നെയുണ്ടായിരുന്നു പാർവതി. അവർക്കരികിൽ മിതുവും. ഡോർ തുറന്നിറങ്ങി അകത്തേക്ക് കയറിയ ജാനിയെ കണ്ടപാടെ മിതു ഓടിച്ചെന്നു അവൾക്കടുത്തേക്ക്. എന്തു പറ്റി ജാനി? എന്തു പറഞ്ഞിട്ട് ജാനി ഡോക്ടർ? പാർവതി ചോദിച്ചു. കണ്ണിൽ കരി എഴുതിയതിന്റെ അലർജിയാണെന്ന്. കണ്ണിലൊഴിക്കാൻ ഐ ഡ്രോപ്സും കണ്ണിന് ചുറ്റും ലൈറ്റായി പുരട്ടാൻ ക്രീമും തന്നിട്ടുണ്ട്.
മിഥുനെയും അവൾക്കടുത്തായി നിൽക്കുന്ന പാർവതിയെയും മാറി മാറി നോക്കിക്കൊണ്ട് ജാൻവി പറഞ്ഞു. നിങ്ങൾ രണ്ടാളും ആഹാരം കഴിച്ചില്ലല്ലോ. വാ, ഞാൻ ഊണ് വിളമ്പാം, വന്നിരിക്കെ. പാർവതി അത് പറയുമ്പോൾ അന്ന് ജാൻവിയും ചിന്തിക്കുന്നത് ജഗൻ ഇതുവരെയും ആഹാരം കഴിച്ചില്ലേ എന്ന്. മിഥു ജാൻവിയെ ആഹാരം കഴിക്കാൻ വിളിക്കാൻ വന്ന സമയത്താണ് അവൾക്ക് കണ്ണ് തീരെ വയ്യെന്ന് മനസ്സിലാക്കി ജഗനെ പോയി വിളിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ ആഹാരം കഴിക്കാനും നിൽക്കാണ്ട് ഇരുവരും നേരെ ആശുപത്രിയിലേക്ക് പോകുമായിരുന്നു. ആന്റി, എനിക്ക് തീരെ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ജാൻവി അതും പറഞ്ഞുകൊണ്ട് നേരെ മുകളിലേക്ക് നടന്നു. അവൾക്ക് പിന്നാലെ അകത്തേക്ക് വന്ന ജഗൻ അവൾ ആഹാരം വേണ്ടെന്ന് പറയുന്നത് വ്യക്തമായി കേട്ടിരുന്നു. അവൻ പക്ഷേ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പാർവതി വിളമ്പിക്കൊടുത്ത ആഹാരം കഴിച്ച ശേഷമാണ് അവൻ മുകളിലെ മുറിയിലേക്ക് പോയത്. അതേസമയം ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം വേഷം പോലും മാറാതെ ബെഡിലേക്ക് വീണതാണ് ജാൻവി. മാനസിക്ക് തന്നെയോടുള്ള സമീപനത്തെക്കുറിച്ചോർത്ത് കണ്ണീർ വാർക്കുകയാണ് അവൾ. ഓർമ്മ വെച്ച നാൾ മുതൽ മാനസി ഇങ്ങനെയൊക്കെ തന്നെയാണ് തന്നോട് ഇടപെടുന്നത്. എങ്കിൽ പോലും ഇന്ന് ആദ്യമായി ജഗന്റെ മുമ്പിൽ വെച്ചും അങ്ങനെ തന്നെ പെരുമാറിയപ്പോൾ ജാനിക്ക് താൻ സ്വയം ചെറുതായതുപോലെ ഒരു തോന്നല്. മാനസി അവളെ അവോയ്ഡ് ചെയ്തതിനേക്കാൾ ഏറെ ജാനിയെ വിഷമിപ്പിച്ചത് അത് ജഗന്റെ മുൻപിൽ വെച്ചായതുകൊണ്ടാണ്. പെട്ടെന്ന് ജഗന്റെ കാൽപെരുമാറ്റം കേട്ടതും ജാനി ഫോണിലേക്ക് മിഴികളൂന്നി. അകത്തേക്ക് വന്ന ജഗൻ നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി വേഷം മാറി വീട്ടിലിരുന്ന ഒരു കാഷ്വൽ ഡ്രസ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതിനു പിന്നാലെ തന്നെ മിതു റൂമിലേക്ക് വന്നു. എന്തു ഇത് ജാനി, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഏട്ടൻ എന്തേലും പറഞ്ഞോ നിന്നെ? ഒന്നിനു പിറകെ ഒന്നായി മിതു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അല്പനേരം ആലോചനയോടെ കിടന്ന ശേഷം പതിയെ ജാനി പറഞ്ഞു തുടങ്ങി. ഇന്ന് ഞങ്ങൾ ആശുപത്രിയിൽ വെച്ച് അമ്മയെ കണ്ടിരുന്നു. ഏ, ആന്റിയെ കണ്ടോ നിങ്ങൾ? എന്നിട്ട് ആന്റി എന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അമ്മ എന്താ ഇവിടെയെന്ന് ചോദിച്ചിട്ട് ആ ചോദ്യം പോലും കേൾക്കാത്ത ഭാവത്തിൽ അമ്മയങ്ങ് നിന്ന് കളഞ്ഞു. പക്ഷെ നിന്റെ ഏട്ടനോട് എന്തൊക്കെയോ ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്തു. അത് കൊള്ളാം. അതിനാണോ നീ ഇങ്ങനെ സെന്റി അടിച്ച് കിടക്കുന്നേ? അല്ലെങ്കിൽ തന്നെ ആന്റിയുടെ സ്വഭാവം നിനക്കറിയരുതോ? ആന്റി ഏട്ടനോട് എന്തെങ്കിലും സംസാരിച്ചോ? അതെങ്കിലും ഓർക്കുമ്പോ എനിക്ക് അത്ഭുതം. നീതു പറഞ്ഞു. നീ അതൊക്കെ വിട്, വാ ഒന്ന് ആഹാരം കഴിക്കുക. സത്യമായിട്ടും എനിക്ക് വേണ്ടാഞ്ഞിട്ടാ മിതു. അതെങ്ങനെ ശരിയാകുന്നേ? നീ രാവിലെ ആകെ കഴിച്ചത് ഒരു ഇഡലിയല്ലേ? എന്തോ തീരെ വിശപ്പില്ല, ഞാനൊന്ന് കിടക്കട്ടെ. ജാനി തീർത്തും ആഹാരം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളെ അധികം നിർബന്ധിക്കാൻ നിൽക്കാണ്ട് മിതു പതിയെ പുറത്തേക്ക് ഇറങ്ങി. ആ കിടന്ന കിടപ്പിൽ ജാനി സ്വല്പം മയങ്ങിപ്പോയിരുന്നു. പക്ഷേ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാൻ നേരമായപ്പോൾ മിതു അവളെ കൃത്യമായി വിളിച്ചെഴുന്നേൽപ്പിച്ചു. സന്ധ്യപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ജാനി നേരെ റൂമിലേക്ക് നടന്നു. ആഹാരം കഴിക്കാൻ മിതുവെന്ന് വിളിച്ചപ്പോൾ താഴേക്ക് ഇറങ്ങി ചെന്നു. തലേ ദിവസത്തേതുപോലെ ജഗന്റെ അരികിൽ തന്നെയാണ് അവൾ എന്നും ഭക്ഷണം കഴിക്കാനിരുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ജാനിയുടെ മിഴികൾ അനുസരണയില്ലാതെ ജഗനെ തേടിച്ചെന്നെങ്കിലും അവന്റെ ഭാഗത്തു നിന്നും ഒരു നോട്ടം പോലും അവളിലേക്ക് പതിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ജഗൻ ആഹാരം കഴിച്ച് എണീറ്റു. ഉച്ചയ്ക്ക് കഴിക്കാത്തതുകൊണ്ട് തന്നെ ജാനിക്ക് നേരിയ രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്ന് അല്പം ആസ്വദിച്ച് കഴിച്ചിട്ടൊക്കെയാണ് അവൾ എഴുന്നേറ്റ് മുറിയിലേക്ക് കിടക്കാനായി പോയത്. ജഗൻ അപ്പോഴും ഇടനാഴിയിൽ മറ്റെന്തോ ജോലിത്തിരക്കുകളിൽ മുഴുകിയിരിക്കുകയാണ്. അവനെ നോക്കിയ ശേഷം ജാനി ബെഡിലേക്ക് വന്ന് കിടന്നു. ഉച്ചയ്ക്ക് ശേഷം കുറച്ചു സമയം ഉറങ്ങിയത് കൊണ്ടാണോന്നറിയില്ല, അവൾക്ക് തീരെ ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് തന്നെ വെറുതെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ട് അവൾ അങ്ങനെ കിടന്ന് സമയം തള്ളി നീക്കി. അപ്പോൾ തന്നെയായിരുന്നു ജഗൻ മുറിയിലേക്ക് കയറി വന്നത്. അല്പനേരം ജഗൻ ജാനിയെ നോക്കി. ജഗന്റെ നോട്ടം തന്നിലേക്കാണെന്ന് മനസ്സിലായതും ജാനി മുക്കുയർത്തി അവനെ നോക്കാനോ അവനോട് എന്തെങ്കിലും ചോദിക്കാനോ മെനക്കെട്ടില്ല. ജാനി മെഡിസിൻ എടുത്തായിരുന്നോ? പെട്ടെന്ന് ജഗൻ ചോദിച്ചപ്പോഴാണ് ജാനിയും അതേപ്പറ്റി ഓർത്തത്. ഇല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടെടുത്തോളാം. ജാനി ജഗന് മുഖം കൊടുക്കാതെ അത്രമാത്രം പറഞ്ഞു. എവിടെ ഡ്രോപ്സ്? വേറെ അനാവശ്യ ചോദ്യമോ സംസാരമോ ഒന്നുമില്ലാതെ 2 വാക്കിൽ അവൻ ചോദ്യം അവസാനിപ്പിച്ചു. ജാനിയുടെ വിരലുകൾ അറിയാതെ
മേശപ്പുറത്തിരുന്ന കുപ്പികളിലേക്ക് നീങ്ങി. അതിൽ നിന്നും ഐ ഡ്രോപ്സ് എടുത്തുകൊണ്ട് ജഗൻ കിടക്കയിലേക്കിരുന്നു. പിന്നെ മെല്ലെ ജാനിയുടെ 2 കണ്ണുകളിലേക്കും ഓരോ തുള്ളി വെച്ച് ഇറ്റിച്ചു. പെട്ടെന്ന് മരുന്ന് കണ്ണിലേക്ക് വീണതും ജാനിക്ക് കണ്ണിന്റെ പുകച്ചിൽ കൂടി. തൽഫലമായി അവളുടെ കണ്ണിൽ കൂടി വെള്ളം കൂടുകൂടാന്ന് ചാടാൻ തുടങ്ങി. പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയാൽ ജഗൻ അവളുടെ കണ്ണുകളിലേക്ക് മെല്ലെ ഒന്ന് ഊതിക്കൊടുത്തു. ഓർക്കാപ്പുറത്തുള്ള പ്രവൃത്തിയായതിനാൽ തന്നെ അവന്റെ ചുടുനിശ്വാസം മിഴിയിലേക്ക് പതിഞ്ഞപ്പോൾ ജാനിയുടെ കണ്ണുകൾ ചെറുതായി അടഞ്ഞുപോയി. പക്ഷെ പൂർവാധികം ശക്തിയോടെ തന്നെ അവൾ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ എത്ര വേണമെന്ന് വെച്ചിട്ടും അവൾക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. അധികം സ്ട്രെയിൻ ചെയ്യാൻ നിൽക്കണ്ട. ഗൗരവമേറിയ ജഗന്റെ വാക്കുകൾ കേട്ടത് ജാനിക്ക് മനസ്സിലായി അവൻ തന്റെ അരികിൽ തന്നെ ഉണ്ടെന്ന്. തുടരും. വലിയ പാർട്ട് തന്നു. ഇഷ്ടമായെങ്കിൽ കമന്റും ലൈക്കും മറക്കില്ലേ. ആരോഗ്യ വൈകിട്ട് തരാം.